വെള്ളാർമല വില്ലേജ് ഓഫീസറെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവർക്ക് ജാമ്യം. കൽപ്പറ്റ കോടതിയാണ് അറസ്റ്റിലായ 6 പേർക്ക് ജാമ്യം അനുവദിച്ചത്. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സി ഷിഹാബ് ഉൾപ്പെടെയുള്ളവർക്കാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ആഷിഖ് റഹ്മാനുണ്ട് വിവരങ്ങളുമായിട്ട്. ആഷിഖ്, ഉപാധികളോടെയാണോ ജാമ്യം? ആഷിഖിലേക്ക് എത്താം. നമുക്കറിയാവുന്ന പോലെ വെള്ളാർമല വില്ലേജ് ഓഫീസറെ ആക്രമിച്ച കേസിലാണ് ഇവരെ പിടികൂടിയത്. അതിനുശേഷം ഇപ്പോൾ അവരെ കൽപ്പറ്റ കോടതിയാണ് അവർക്ക് 6 പേരായിരുന്നു. ഈ 6 പേർക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായ ഷിഹാബ് ഉൾപ്പെടെയുള്ളവർക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ആഷിഖിനെ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. ആഷിഖെ, ഇതിപ്പോൾ ഉപാധികളോടെയാണോ ജാമ്യം? തന്നെയാണ് ജാമ്യം. നേരത്തെ 6 പ്രതികളാണ് ഇതിൽ ഉണ്ടായിരുന്നത്. യൂത്ത് ലീഗ് നേതാവ് ഷിഹാബ് അടക്കം 6 പേരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് കൃത്യമായി ജാമ്യം അനുവദിച്ചു. പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് ഈ സർക്കാർ ജീവനക്കാർ ഇത്തരത്തിൽ ആക്രമണം കഴിഞ്ഞാൽ വീണ്ടും ഈ ചുരൽമല ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടേക്ക് സർക്കാർ ജീവനക്കാർക്ക് കടക്കാൻ കഴിയില്ല. അതുപോലെ വാഹനത്തിനടക്കം കേടുപാട് പറ്റി എന്നൊരു കാര്യമായിരുന്നു ഉന്നയിച്ചത്. എന്നാൽ പ്രോസിക്യൂഷൻ പ്രതികൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് ഇതിൽ പലരും ദുരന്തബാധിതരാണ്. പലർക്കും ഈ ദുരന്തത്തിൽ പലർക്കും കുടുംബാംഗങ്ങളെ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവരെ ഇത്തരത്തിൽ റിമാൻഡിലാക്കി കഴിഞ്ഞാൽ കുടുംബം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാകും. പിന്നെ ഇത്തരത്തിൽ വാഹനത്തിന്റെ കേടുപാടിനുള്ള നഷ്ടപരിഹാരം നൽകാമെന്ന ഒപ്പീനിയനിലാണ് ഇപ്പോൾ എല്ലാവരെയും ജാമ്യം നൽകാൻ തീരുമാനമായിട്ടുള്ളത്. എല്ലാ പ്രതികളും 2500 രൂപ വീതം ഈ വാഹനത്തിന് കേടുപാട് വരുത്തിയതിന് കോടതിയിൽ കെട്ടിവെക്കണം. അത്തരത്തിലാണ് ഉപാധികളുള്ളത്. വീണ്ടും വലിയ ഇതിൽ പ്രതിഷേധങ്ങൾ നടത്തരുതെന്നൊരു കാര്യവും ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ 6 പേർക്കും ഉപാധികളോട് ജാമ്യം നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നൊരു കാര്യം നേരത്തെ തന്നെ UDF ആരോപിച്ചിരുന്നു. കാരണം ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഈ 6 പേർക്കെതിരെ കേസെടുത്തത്. അത് വെറും ഒരു പ്രതിഷേധത്തിന്റെ പേരിൽ മാത്രം വെള്ളാർമല വില്ലേജ് ഓഫീസറെ ആക്രമിച്ചു എന്നൊരു കാര്യമായിരുന്നു ഇതിൽ ഉന്നയിച്ചത്. പക്ഷേ ഡോക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ആ ഒരു മൊഴിയിലൊന്നും ഇത്തരത്തിൽ വലിയ ആക്രമണം നേരിട്ടതായി പറയുന്നില്ല. ഒരു ഉദ്യോഗസ്ഥന്റെ പുറകിൽ ചെറിയ രീതിയിൽ ഒരു അടി കിട്ടി എന്നതിന്റെ അപ്പുറത്തേക്ക് മറ്റാർക്കും അത്തരത്തിൽ കാര്യമായ പരിക്കുകളും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ 6 പേർക്കും ജാമ്യം നൽകിയിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ വിജയം, പോരാട്ടത്തിന്റെ വിജയം കൂടിയായിട്ടാണ് UDF ഇതിനെ വിലയിരുത്തുന്നത്. ശരി ആഷിഖ്, വ്യക്തമാണ്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്, വയനാട്.